ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. ഇന്നലെ വീഡിയോ അല്ലേ കേട്ടോ. ഇന്നലെ ഞാൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ട്, നമ്മൾ ഹോം ഷോപ്പിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഹോം ഷോപ്പിൻ്റെ ഓഫീസ് കാവനൂരാണ് കേട്ടോ. കാവനൂർ ആശുപത്രിപ്പടി ഇളയൂർ എന്നാണ് കേട്ടോ അങ്ങോട്ട് പറയുക. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് നമ്മളവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് 9 മണിൻ്റെ ബസ്സിന് പോകണം കേട്ടോ. എന്നാലുള്ളൂ 11 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തുക. അപ്പോൾ 11 മണിക്കാണ് ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് തുടങ്ങുക. ഇതെല്ലാ മാസവും ഉണ്ടാവലുണ്ട്. കഴിഞ്ഞ മാസം റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. CLC-മാർക്കൊക്കെ എന്തൊക്കെയോ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ അധികം ലീവ് ആയതുകൊണ്ട് പിന്നെ കഴിഞ്ഞ മാസം റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മാസം എന്തായാലും റിവ്യൂ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ വേഗം വന്ന് അടുപ്പ് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അടുപ്പ് എത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നെ മക്കൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പം എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോവാൻ. അപ്പം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് പുട്ടാണ് കേട്ടോ. പുട്ടാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, പെട്ടെന്നുണ്ട് പുട്ടാവുമ്പോൾ. അപ്പോൾ പുട്ടും അതേപോലെ കുറച്ച് ചിക്കൻ്റെ പാർട്സ് ഉണ്ടേനും. അപ്പോൾ അത് ഞാൻ രാത്രിയിലേനൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ് ഉണ്ട്, അതൊന്ന് വിട്ട് കിട്ടണം. എന്നിട്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. ചിക്കൻ പാർട്സ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷേ നല്ല ഉഷാറായിട്ട് ക്ലീൻ ചെയ്യണം, എന്നാലുള്ള നമുക്കത് അങ്ങനെ അങ്ങോട്ട് കഴിക്കുമ്പോൾ ആ ടേസ്റ്റും കാര്യങ്ങളും കിട്ടുക. അതിൻ്റെ ഹാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് അതൊന്നും ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ബ്ലഡിൻ്റെ കട്ടകളുണ്ടാവും. അപ്പം അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി, ഒന്ന് ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകി അങ്ങനെ വൃത്തിയാക്കി എടുക്കണം. എന്നാലുള്ളൂ ആ കറക്റ്റ് ടേസ്റ്റ് ഇട്ട്. അല്ലെങ്കിൽ ആ ഹാർട്ടിൻ്റെ ഉള്ളിലത്തെ ബ്ലഡൊന്നും ശരിക്കും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കറിക്ക് ആ ബ്ലഡിൻ്റെ ഒരു ചൊവയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സംഭവം നല്ലതാണ്. നല്ല വൃത്തിക്ക് കഴുകി കറി ഉണ്ടാക്കണം, എന്നാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാനത് വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വല്ലാതെ കട്ടയൊന്നുമില്ല, രാത്രിയിലൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട്. എന്നാലും കുറച്ചും കൂടെ ഐസ് വിടാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് പുട്ടിനുള്ള പൊടി നനച്ച് വെക്കാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കും ബാബുവിനും അരിപ്പുട്ടും എനിക്ക് നമ്മളെ ചെമ്പാപുട്ടുണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കലുണ്ട്. ഞാൻ അത് മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇത് ഷുഗറിനൊക്കെ നല്ലതാണ്. അപ്പോൾ രാവിലെയും രാത്രിയും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇപ്പോൾ റാഗി കൊണ്ടുള്ളതോ അല്ലെങ്കിൽ ഓട്സോ, അല്ലെങ്കിൽ അധികം റാഗിൻ്റെ ഫുഡ് തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ രാവിലെ. രാത്രിയിൽ പിന്നെ രാവിലെ റാഗി ദോശയാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാവൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ രാത്രിയിൽ അതുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കിയാണ് അങ്ങനെ കഴിക്കും. ഉച്ചക്ക് ചോറ് കഴിക്കും കേട്ടോ. ഉച്ചക്ക് ഇപ്പം വയറ് നിറച്ച് ചോറ് കഴിക്കൽ തുടങ്ങിയിരിക്കണം. ആദ്യമൊക്കെ എനിക്ക് പേടിയേനി. അപ്പോൾ ഞാൻ 1 കപ്പ് ചോറും പിന്നെ ഉപ്പേരിയൊക്കെ കുറച്ചധികം അങ്ങനെയൊക്കെ കഴിച്ചിനി. ഇതിപ്പോൾ പിന്നെ ചോറ് കഴിക്കലുണ്ട്. ഇപ്പോൾ ചോറ് കഴിക്കൽ തുടങ്ങിയിരിക്കണം. ഇപ്പോൾ പേടിമെന്ന് കുറച്ച് വിട്ടുകണ്. അതെന്താ വെച്ചാൽ ഒന്നാമത് എപ്പം നമ്മൾ ഷുഗർ നോക്കുമ്പോൾ നോർമലാണ്, അതുകൊണ്ടാവും. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായി തോന്നുകയാണെങ്കിൽ പിന്നെ ആ പേടി അങ്ങനെ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യും. ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്താൽ തന്നെ നമ്മളെ അസുഖങ്ങളൊക്കെ മാറും. അപ്പോൾ എന്തായാലും ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം അരി കഴുകിയാണ്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ തീ കത്തിച്ച് കൊടുത്താൽ മതിയല്ലോ, അങ്ങോട്ട് വല്ലാതെ നോക്കണ്ട. പിന്നെ ടൈം എത്ര എളുപ്പമാണ് പോവാന്ന് അറിയില്ല. അങ്ങനെ സമയം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കൂട്ടോ. അപ്പോൾ സമയം ഇങ്ങനെ ഓടി പോവാണ്, നമ്മളെ കാത്തിക്കണില്ലല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് പിന്നെ ഒരു തേങ്ങ പൊളിച്ചുകൊണ്ടുവന്നു. പുട്ടുക്ക് തേങ്ങ വേണ്ടേ. അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ടുവന്ന് തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഈ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടാൽ എൻ്റെ കുട്ടി എറിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്നേന് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊന്നും തേങ്ങ വെള്ളമൊന്നും വേണ്ട. പിന്നെ ഞാനും ഇപ്പോൾ അങ്ങനെ കുടിക്കലില്ല. എന്നാലും നമ്മൾ അപ്പൊക്കെ ചുടൂലേ, വെള്ളപ്പോ പാലപ്പൊക്കെ ചുടുമ്പോൾ അതിക്കൊക്കെ വേണമെങ്കിൽ ചേർക്കട്ടോ. ഈസ്റ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തേങ്ങ പൊടിച്ചാൽ തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ അരിച്ചാണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയാണ്ട് അടച്ചു വെക്കും. അങ്ങനെ തേങ്ങയൊക്കെ ചിരവി എടുക്കുന്നുണ്ട്. തേങ്ങ ചിരവുണ്ടല്ലോ, അതിൻ്റെ അടപ്പ് പോയിക്കണം കേട്ടോ. കുറേ അയക്കണം അടപ്പ് പോയിട്ട്. എനിക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരോ ഒരാൾ പറഞ്ഞു തന്നീനി ഈ കുപ്പി കൊണ്ട് എങ്ങനെയോ അടപ്പുണ്ടാക്കുന്ന രീതിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നീനി. ഞാൻ പിന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിനി, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണം എന്ന് വിചാരിക്കലുള്ളൂ കേട്ടോ. ഒന്നും ഓർമ്മ ഉണ്ടാവില്ല പുറത്ത് പോകുമ്പോൾ.
അത് ബസ്സിനൊക്കെ പോണോടത്താണെന്നുണ്ടെങ്കിൽ ബസ്സിന് കണ്ടാൽ വേഗം അയക്കാൻ ഓടിക്കയറി പോരും. അങ്ങനെയാണ്. ഒന്ന് ചുറ്റും നടന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനെയൊന്നും വിചാരിക്കൂല. ഇപ്പോൾ ടൈം തന്നെ അല്ല, ഒന്നാമത് അതാണ്. പിന്നെ സ്കൂട്ടിക്ക് അങ്ങനെ ദൂരത്തേക്കൊന്നും പോവലുമില്ല കേട്ടോ. ഓഫീസിക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ബസ്സിന് തന്നെ പോവല്. അപ്പോൾ ഇതാ പുട്ടിൻ്റെ തൂക്കിൽ വെള്ളം വെച്ചിക്കണ്. അപ്പോൾ വെള്ളം ചൂടാകുമ്പോഴത്തേന് നമുക്ക് പുട്ടും കുറ്റിയിൽ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നേരത്തെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതുകൊണ്ടേ നല്ല സോഫ്റ്റായി വന്നിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായി നല്ല അടിപൊളിയായി കിട്ടിയിരിക്കണ്. പുട്ടുപൊടി പാകത്തെ നനവിന് കിട്ടിയിരിക്കണ്. പിന്നെ ചില പാത്രങ്ങളൊക്കെ ലിങ്ക് ചില കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. അത് എന്താ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചോദിക്കണം. ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൊടുക്കൽ അറിയൂല. ലിങ്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവണില്ല. ഞാൻ തന്നെ ഇപ്പോൾ ചിഞ്ചുമോളെ ഫോണൊക്കെ എടുത്താണ്ട് നമ്മളെ പിന്നെ പേജിൽ പോയി നോക്കിയിട്ട് ആ വീഡിയോ നോക്കി കഴിഞ്ഞാൽ അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നില്ല. അതെങ്ങനെ കൊടുക്കൽ എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒന്നാമത്. യൂട്യൂബിൽ എന്താ ഷോർട്സ് വീഡിയോയിൽ ഇട്ടാലും അതേപോലെ തന്നെ നമ്മൾ പിന്നെ പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താ ലിങ്ക് വർക്ക് ആവണില്ല. യൂട്യൂബിൽ വർക്കാവും കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ മതി. ഞാൻ ഏതെങ്കിലുമൊക്കെ ചാനലിൽ അങ്ങനെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അധിക വീഡിയോസിലും ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏത് പാത്രം വേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഓരോ പാത്രത്തിൻ്റെ ലിങ്കും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കമൻറ്റ് ബോക്സിൽ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ചിലപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അതിന് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ വാങ്ങിക്കുമ്പോൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ വാങ്ങിക്കാൻ. എന്നാലുള്ള 12% ഡിസ്കൗണ്ട് കിട്ടുക. ഈ പുട്ടുമേക്കറൊക്കെ ഇൻഡസ് വാലിത്തെ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ ചായ ഉണ്ടാക്കുന്ന പാത്രത അതൊക്കെ ഇൻഡസ് വാലിത്തെ തന്നെയാണ്. ഒക്കെ നല്ല പ്രോഡക്റ്റുകളാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നില്ലേ, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാമല്ലോ. പിന്നെ ഇപ്പോൾ അതിൽ ഞാൻ നാളെ പറഞ്ഞിനി ഒരു മോശം ഇത് വന്നത് അതിലത്തെ ആ ഒരു ഉണ്ണിയപ്പ ചട്ടിക്കാണ്. അതതിൻ്റെ കുഴി ചെറുതായതുകൊണ്ടുള്ള പ്രശ്നമാണ്, അല്ലാത്ത പ്രശ്നമൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാനത് ആകെ ഒരൊറ്റ വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമുക്ക് വല്ലാതെ അതിനെ കുറിച്ചിട്ട് പറയാൻ ഇതാവില്ലല്ലോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ആരോടും പറയണില്ല. കാരണം കുറേ കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ലിങ്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ പറയുകയും ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പുട്ട് ആദ്യം പ്ലേറ്റിൽ കൂത്തി കൊടുത്ത് പിന്നെ എനിക്ക് തോന്നിയൊരു വായൻ്റലിൻ്റെ കഷ്ണം എടുത്തുകൊണ്ടിട്ടേ. അപ്പോൾ പോയിട്ടൊരു വായൻ്റലിൻ്റെ കഷ്ണമൊക്കെ എടുത്തുകൊണ്ടെന്ന് അയക്കാണ് കേട്ടോ. പിന്നെ പുട്ടൊക്കെ കുത്തി കൊടുത്തത്. അങ്ങനെ കുട്ടികൾക്കും പാവനുള്ള പുട്ടും ചുട്ടു, എനിക്കുള്ള പുട്ടും ചുട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി കേട്ടോ. അപ്പോൾ വായൻ്റലിയിൽ പുട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയാണില്ലേ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ കാണുമ്പോൾ. ചിലപ്പോൾ ടൈമില്ലെങ്കിൽ പിന്നെ അതിനൊന്നും നിൽക്കില്ല. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചായയും തിളച്ചിട്ടുണ്ട്. അപ്പോൾ ബാവും ഐഫുക്കുട്ടി അവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഐഫുക്കുട്ടി പല്ലേക്കണുള്ളൂ, ബാബു ചായ എടുക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ടേ കട തുറന്നിട്ടില്ലെന്നൊന്നും. മഴയാകുമ്പോൾ പിന്നെ വല്ലാതെ കച്ചവടമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാനും ഒന്നും ഫ്രീ ആയിട്ടില്ല. ഇനിയിപ്പോൾ 4 മണി ചായക്കൊക്കെ എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാനും ഫ്രീ ആവണം. അങ്ങനെ എന്താ ചായയൊക്കെ കപ്പൊക്കെ ഒഴിച്ച് ചായയൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ പുട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ടുക്ക് കറി ഉണ്ടാക്കണ്ടേ, കറി ഉണ്ടാക്കിയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഞാൻ പുട്ട് അവിടെ കൊണ്ടുപോയി അടച്ച് വെച്ചു. പിന്നെ ചോറ് വന്ന് നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ഇനി ചോറ് റേഷൻ കടി തരിയായതുകൊണ്ടേ എളുപ്പം പോകും. അപ്പം ചോറും വേഗം ഊറ്റി വെച്ചു. അപ്പോൾ നമ്മൾ പാർട്സ് കറി ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഗ്യാസുമ്മ കത്തിക്കേണ്ട, അടുപ്പിൽ നല്ല കനലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല കേട്ടോ. ഇത് നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇടാം. അപ്പോൾ ഇപ്പോൾ അതിലും എന്തെങ്കിലും വീഡിയോസ് ഇടണം ഡെയിലി. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിനി. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓഫീസിലേക്ക് പോണതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും അന്ന് ടൈം കിട്ടൂല. പിന്നെ വൈകുന്നേരം ആവും ഞാൻ വരണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കൽ തുടങ്ങിയിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. അപ്പോൾ മയിലുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ വീടിൻ്റെ താഴെ ഭാഗത്തൊരു തെങ്ങും തോട്ടം ഉണ്ടല്ലോ അവിടെ. ഇപ്പോൾ ഒക്കെ കാട് മൂടി കിടക്കാണ് കേട്ടോ. ആകെ പച്ചപ്പാണ് എല്ലായിടത്തും. പിന്നെ നല്ലോണം കാടുണ്ട്. അതേപോലെ പാമ്പും ഉണ്ട്. പാമ്പിനെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ കാണലില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇടയ്ക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മയിലുകൾ ഉണ്ടാകുമ്പോൾ പാമ്പ് ഉണ്ടാവില്ല എന്ന് പറയണേക്കാം. ഒരു കുത്തി തിന്നിട്ടാ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഒരു പേടിച്ചിട്ടാ എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മളെ വീട് ഈ തോടിൻ്റെ വക്കായതുകൊണ്ടേ കയറി വരുന്നതും അറിയില്ല. ഇനിയിപ്പോൾ അവിടെ മതിലൊക്കെ കെട്ടണം, എന്നാൽ പിന്നെ വല്ലാതെ പാമ്പ് ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. ആ മയിലിനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് ഇനി കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ചിഞ്ചുമോളും മഞ്ചുമോളും വീട്ടിലുണ്ടായതുകൊണ്ട് പിന്നെ അടിച്ചു വാരി തുടക്കമൊന്നും വേണ്ട, അത് ഒരു ചെയ്തോളും. അപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളെ കഴുകാണ്ടതിനുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ അപ്പോൾ തന്നെ നമ്മളെ പാർട്സ് കറി ആയും ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കുള്ള പുട്ട്
നമ്മളെ ചെമ്പാപ്പുട്ട് കേട്ടോ, അതൊരു കഷ്ണം എടുത്ത് ഞാനൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ കഷ്ണം ഉണ്ടല്ലോ അതെനിക്ക് രാത്രി കഴിക്കാനുള്ളതാണ്. ഈ പുട്ട് നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ബാബുവിനും കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. ഓൽക്കൊക്കെ ആ വെള്ള കളർ മാത്രമേ പറ്റുള്ളൂ, ചുമന്ന കളറൊന്നും പറ്റൂല. അപ്പോൾ നല്ലത് ഇതാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ ഒന്നും ഓർക്ക് പറ്റൂല. അപ്പം ഞാനിതാ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ, ഈ പുട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോൾ മാവേലി സ്റ്റോർക്ക് പോവുകയാണെങ്കിൽ ഇത് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണുമ്പോൾ വാങ്ങിക്കും ചെയ്യും കേട്ടോ. ഇതിൻ്റെ അരി ഉണ്ടെന്ന് പറയണേ, അരി ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. അപ്പം എന്താ പുട്ടും പാർട്സ് കറി കേട്ടോ, പാർട്സ് കറി ഒഴിച്ചു കൊടുത്താണ്. പിന്നെ ബാബു ഉണ്ട് ചായ എടുക്കാൻ വന്നിരിക്കണം. അപ്പോൾ ബാബുവിന് വെള്ളപ്പുട്ട്, എനിക്ക് ചുവപ്പ് പുട്ടും. പിന്നെ ബാബുവിന് ഇത് പറ്റൂല കേട്ടോ, ഈ പാർട്സ് പറ്റൂല. അപ്പോൾ അതിലത്തെ കറി മാത്രം മതി. ഞാൻ എന്നാലും ഇടയ്ക്ക് ഒരു 2 കഷ്ണമൊക്കെ ഇട്ട് കൊടുത്താണ്, അതൊക്കെ എൻ്റെ തന്നെ പെറുക്കിയിടും കേട്ടോ. ബാബുവിനും റിച്ചുവിനും ഈ പാർട്സ് കറി പറ്റൂല. എനിക്കാണെങ്കിലോ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ പിന്നെ പോത്തിൻ്റെ ബീഫിൻ്റെയൊക്കെ ലിവറാണെങ്കിലും ഇതേപോലെ ചിക്കൻ്റെ ലിവറാണെങ്കിലും ഒക്കെ. അപ്പോൾ എന്നോട് പറയും എൻ്റെ വായിക്കൂടെ എല്ലാം ഇറങ്ങുമെന്ന് പറയും. ശരിയാണ് കേട്ടോ, ഒരുവിധം സാധനങ്ങളൊക്കെ എനിക്ക് പറ്റും. ചെറുപ്പത്തിൽ പറ്റാത്തതൊക്കെ ഇപ്പം വലുപ്പത്തിൽ പറ്റും ചെയ്യും. അപ്പം കഴിക്കാൻ പറ്റാത്ത കേടുള്ളൂ ഷുഗറൊക്കെ ഉണ്ടായതുകൊണ്ട്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ കുളിച്ച് പിന്നെ ഓഫീസിലേക്ക് പോയിട്ടോ. നല്ല മഴയാണ്, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഓഫീസിലെത്തിട്ടോ. ഓഫീസിലെത്തി പിന്നെ അപ്പം തന്നെ ചായയൊക്കെ ഉണ്ടാവും. ചായയും നമുക്ക് ഇഷ്ടമുള്ള കടി എന്തെങ്കിലുമൊക്കെ എടുക്കട്ടോ. പഴംപൊരി ഉണ്ട്, അതേപോലെ സമൂസ ഉണ്ട്, ഉള്ളിവട ഉണ്ട്. അപ്പം ഞാനൊരു ഉള്ളിവട എടുത്തു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടോ. പിന്നെ ഞങ്ങളെ സാറുമാർ കാശ്മീർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയൊക്കെ ഒത്ത്. അപ്പോൾ ഒരു വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കീച്ചയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ 10 CLC-മാരുണ്ട് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ കീച്ചയിനൊക്കെ കിട്ടി. പിന്നെ റിവ്യൂ മീറ്റിങ്ങൊക്കെ ഉച്ചവരെയുള്ളത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഫുഡ് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാ അവിടെ ഒരു മിറാസ് പറഞ്ഞിട്ടുള്ള ഹോട്ടലുണ്ട് കേട്ടോ, അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കൽ. പിന്നെ ഞാനിതാ സാദാ ചോറാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. പിന്നെ ചിലർ ചിക്കൻ ബിരിയാണി, ചിലർ ബീഫ് ബിരിയാണി, അങ്ങനെ അവനാന് വേണ്ടതൊക്കെ പറഞ്ഞ്. എനിക്ക് എവിടെ പോയാലും ഈ സാദാ ചോറേ പറ്റുള്ളൂ. ബിരിയാണി നമ്മളെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേ തോന്നുന്നു കേട്ടോ. അതിനോടൊരു മടുപ്പാണ് പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോഴൊക്കെ. അപ്പം ഞാൻ സാദാ ചോറ് വാങ്ങി. നല്ല അടിപൊളി അയില പൊരിച്ചതും പിന്നെ കുറേ ഉപ്പേരി ഉണ്ടായിന്, അച്ചാറുകളും പപ്പടവും സാമ്പാറും മീൻകറിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പം വയറ് നിറച്ചാണ് കഴിച്ചു. ഷുഗറൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്തെങ്കിലും മധുരവും കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കടലമിഠായി, അതേപോലെ ഒരു മിച്ചർ മിഠായി ഉണ്ടല്ലോ അത്, ഇഞ്ചി മിഠായി, അങ്ങനെയുള്ള മിഠായികളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എടുക്കുമ്പോൾ ഞാനും എടുക്കുമെന്ന്. അപ്പോൾ ഷുഗറൊന്നും അപ്പോൾ നോക്കൂല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെ കൂടുതലാകുമ്പോൾ അപ്പത്തെ മട്ടം പോലെ കാട്ടാമെന്ന് വിചാരിക്കും. അങ്ങനെ കടലമിഠായിയൊക്കെ തിന്ന് പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് നിങ്ങളെ ഫോണിക്കൊക്കെ ഒരു അലാറം വന്നിനോ, അതിതീവ്രമായ മഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ഫോണിക്കും വന്നീനി കേട്ടോ, ഞങ്ങളെല്ലാവരും ഫോണിക്കും വന്നീനി. പിന്നെ കുറച്ച് സമയം കൂടെ ഉണ്ടായിനി ഞങ്ങളെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.